തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ രാഷ്ട്രീയക്കാരായാണ് മത്സരിക്കുന്നതും ജയിക്കുന്നതുമൊക്കെ. ആ ജയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മത്സരം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, മറ്റ് വിഭാഗങ്ങളൊന്നുമില്ല. വിഭാഗീയതയില്ലാതെ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ വികസനങ്ങൾ എന്താണോ, അതവിടുത്തെ ആളുകൾക്ക് എന്താണോ ആവശ്യം, അതിനനുസരിച്ച് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിൽക്കുക എന്നതാണ് ഒരു കൗൺസിലറാണെങ്കിലും ചെയർമാനാണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ ഉള്ള നടപടി എന്നത്. സ്വന്തം വാർഡിലെ മാലിന്യ സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ബഹിഷ്കരിച്ച് LDF കൗൺസിലർ. വളാഞ്ചേരി നഗരസഭയിലെ 4-ാം വാർഡിലെ MCF ഉദ്ഘാടനമാണ് LDF മുന്നണി പൂർണ്ണമായും ബഹിഷ്കരിച്ചത്. അകാരണമായി MCF ഉദ്ഘാടനം ബഹിഷ്കരിച്ച LDF നടപടി വിവാദത്തിലായിരിക്കുകയാണിപ്പോൾ. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വളാഞ്ചേരി നഗരസഭയിലെ 4-ാം വാർഡായ കാവുംപുറത്ത് മാലിന്യ സംഭരണ കേന്ദ്രമായ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററും വഴിയോര വിശ്രമ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. LDF ഭരിക്കുന്ന വാർഡായിട്ട് പോലും LDF കൗൺസിലറും LDF മുന്നണിയും ഉദ്ഘാടനം ബഹിഷ്കരിക്കുകയായിരുന്നു. ബഹിഷ്കരണത്തിന്റെ കാരണം ആർക്കും വ്യക്തമല്ല. വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ MCFകളിൽ എത്തിച്ച് പുനർചംക്രമണത്തിനായി തരംതിരിക്കുകയും അല്ലാത്തവ റോഡ് ടാറിങ്ങിനും മറ്റുമായി പൊടിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ മറ്റു അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രദേശത്ത് MCF സ്ഥാപിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാലിന്യം എന്നത്. മാലിന്യം എന്ന് പറഞ്ഞു കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാണ്, നമുക്ക് പ്രയാസമാണ്. എവിടെയപ്പോൾ അത് വരിക, എന്താണ് അതിലുണ്ടാകുക, എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുക, ഇതിൻ്റെ അയൽവക്കാരോ കൂടി എവിടത്തേക്കാണ് പോവുക എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിൽ നമ്മൾ തന്നെ മാറ്റിവെക്കുന്ന വേസ്റ്റ്, ആ വേസ്റ്റ് കുന്നുകൂടി കിടക്കരുത് എന്ന് കണ്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ, മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അത് ശേഖരിച്ച് അതൊന്ന് വ്യത്യസ്തമാക്കി അല്ലെങ്കിൽ അതൊന്ന് വേർതിരിച്ച് അത് ആധുനിക സൗകര്യങ്ങളോടുകൂടി ആർക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ മാറ്റിയെടുക്കുക എന്ന പ്രക്രിയ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അഷറഫ് സൂചിപ്പിച്ചു, ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാലഘട്ടങ്ങളിൽ, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ രാഷ്ട്രീയക്കാരായാണ് മത്സരിക്കുന്നതും ജയിക്കുന്നതുമൊക്കെ. ആ ജയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മത്സരം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, മറ്റ് വിഭാഗങ്ങളൊന്നുമില്ല. വിഭാഗീയതയില്ലാതെ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ വികസനങ്ങൾ എന്താണോ, അതവിടുത്തെ ആളുകൾക്ക് എന്താണോ ആവശ്യം, അതിനനുസരിച്ച് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിൽക്കുക എന്നതാണ് ഒരു കൗൺസിലറാണെങ്കിലും ചെയർമാനാണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ ഉള്ള നടപടി എന്നത്. ആ നടപടിക്രമങ്ങളുടെ തുടർച്ചയാണ് കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളുടെ തുടർച്ച നടക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായും രാഷ്ട്രീയമായി ഉണ്ടാകുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് നഗരസഭ ശുചിത്വ മേഖലയിൽ മുന്നോട്ട് പോകുന്നത്. 34ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇതിനകം തന്നെ നഗരസഭക്കുണ്ട്. ഒരു മാസത്തിൽ ഒരു തവണ അവർ നിർബന്ധമായും വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന 5-ാം വാർഡ് ഡിവിഷനിലടക്കം 100% യൂസർ ഫീ നൽകുന്ന വാർഡുകളും നമ്മുടെ നഗരസഭയിലുണ്ട്. നഗരസഭ മുൻകൈയെടുത്താണ് പ്രദേശത്ത് MCF സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയും വഴിയോര വിശ്രമ കേന്ദ്രം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ VK മുരളിയും ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ റംല മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷനായ CM റിയാസ്, മാരാത്ത് ഇബ്രാഹിം, റൂബി ഖാലിദ്, ദീപ്തി ശൈലേഷ്, കൗൺസിലർമാരായ ഷിഹാബ് പാറക്കൽ, ആബിദ മൻസൂർ, സദാനന്ദൻ കോട്ടീരി, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ M ജ്യോതിഷ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. Fertech Industrial Park